ഷൺമുഖം. അയ്യോ നീ ഷൺമുഖമാപ്പാ? അയ്യോ, ഇങ്ങനൊരു ഷൺമുഖത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഷൺമുഖ ഏതോ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരണ മാതിരി ഷൺമുഖൻ. ഷൺമുഖൻ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ വേഷം ശരിക്കും അതുപോലെയല്ലേ? ഷൺമുഖൻ നീ ചെന്നൈയിലെ എന്ന് പറ, തമിഴ്നാട്ടിലെയാ? ശ്രീനിവാസൻ സാറ്. ശ്രീനിവാസൻ സാറ് അത് തന്നെ ചേട്ടൻ പറഞ്ഞത്. ആ ഗോപിയൊക്കെ തൊട്ടപ്പോ അതേപോലെ തന്നെയുണ്ട് സിനിമയിൽ കാണുന്ന പോലെ. മുടിയൊക്കെ അല്ലേ? അതെ അതെ, ഹെയർ സ്റ്റൈല്. ഇതെന്നെ മാർഗഴിയ മല്ലികയാണോ? വാച്ചെന്തിയെ ഈ പാട്ടായതുകൊണ്ട് ഈ ഉടുപ്പിന്റെ കൂടെ കെട്ടണ്ടെന്ന് പറഞ്ഞ. ഇപ്പൊ ഏത് വാച്ചാ കെട്ടുന്നേ? റിമിമോടെ വാച്ചാണോ എന്റെ വാച്ചാണോ? MG സാറ് വന്ന വാച്ചാണ്. അങ്ങനെ പറ. ദൈവമേ, ആ റിമിമോള് പാവം. അതെന്താണോ നീ റിമിമോളുടെ വാച്ച് കെട്ടാത്തെ? അത് കുറച്ചും കൂടെ എന്തായതുകൊണ്ട് ഭംഗിയുള്ള പാവ എന്റെ റിമിമോൾ ഇത് അറിഞ്ഞ. അല്ലല്ല, റിമിമോളുടെ ഇനിയും ഗോൾഡൻ കളറൊക്കെ. പിന്നെ അത് വളരെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത എക്സ്പെൻസീവ് ആണ്. മറ്റേ $1 ഷോപ്പിൽ നിന്ന് കയറി വാങ്ങിച്ചോണ്ട് കൊടുത്താൽ ഇങ്ങനെ ഓടി വായോ, ഉടനെ വന്നിടും. അതെ. இந்த பாட்டோட டீடைல்ஸ் கொஞ்சம் சொல்லுங்க. വർഷം 1999. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് ഔസഫ് ബച്ചൻ സാറ്, സിനിമ മേഘം, പാടിയത് MG സാറും പിന്നെ ശ്രീനിവാസ് സാറും KS ചിത്ര മാം. ഡാൻസേഴ്സിനെയൊക്കെ വിളിച്ച് നമുക്ക് ചക്കരെ തുടങ്ങ് ചക്കരെ. അതെ, ഇത് തുടങ്ങി കളയാ അങ്ങട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോടി ജന്മങ്ങളാ നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരാ. കോടി ജന്മങ്ങളാ നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, മാർഗഴിയേ മല്ലികേ മന്ദാരപ്പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികേ മന്ദാരപ്പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ലി വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ലി വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരണി, എനിക്കും മുത്തമെകിൽ മുത്തുപോൽ വെളുത്തവനെ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരണി, എനിക്കും മുത്തമെകിൽ മുത്തുപോൽ വെളുത്തവനെ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ, കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ കുമ്മി നാദസ്വരം നമുക്കൊരാനന്ദ കല്യാണം.
വെരി ഗുഡ് വെരി ഗുഡ്. അണ്ണ ഡാൻസേഴ്സ് കലക്കി. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അതെ അതെ അതെ. ഡാൻസേഴ്സ്. അണ്ണോ ഓ എങ്ങനെ ഉണ്ടായിരുന്നു? പാടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വൃന്ദാവന അവിടെ ഒരു ശ്രുതി പോയായിരുന്നു. ആ വൃന്ദാവന. ആ പിന്നെ എന്തോ സ്ഥലത്ത് വിട്ടുപോയില്ലേ? പിന്നെ വരി മറന്നുപോയി. അല്ലാതെ ഒരു കാര്യങ്ങളും അണ്ണൻ പറഞ്ഞ രണ്ടും ശരിയാ. അതെ. ലാസ്റ്റില് ഷൺമുഖ എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്താ പറയാഞ്ഞേ? ആ അത് കേൾക്കാനാണ് മിനുട്ടി ഓടി വന്നത്. അതെ ആ. ഞാൻ വിചാരിച്ചു ഇതിനോട്ട് ഇപ്പൊ വരും. തുടക്കം തൊട്ട് ഇവിടെ ഇരുന്ന് പറയായിരുന്നു. ആ ലാസ്റ്റിലുണ്ടല്ലോ ഷൺമുഖ. അങ്ങനെ ഇപ്പൊ പറയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് പോയി. അതൊന്ന് പറഞ്ഞു. അതറിയാമോ ആ. പറയാൻ? ഒന്നുമില്ല. ഞാൻ ഷൺമുഖ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഷൺമുഖം. ആ. ഇത് വന്നാലേ ദേ, കണ്ട? അപ്പോഴാണ് അത് വരും വായിക്കണേ. ഒന്നുകൂടി പറഞ്ഞേ കേക്കട്ടെ. ഒന്നുകൂടി നോക്കി ഒന്നൂടെ. മിനുട്ടി നോക്കി. ഞാൻ ഷൺമുഖം. അപ്പോഴാണ് പാട്ട് തീരുന്നേ. മോനെ പാട്ട് നന്നായിട്ട് പാടി. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. മോനെ ഒരു സ്ഥലത്ത് വിട്ടുപോയി. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു എനർജി ഉണ്ടെങ്കിൽ, അതായത് മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. ആ ഒരു കിക്കുണ്ടല്ലോ, അങ്ങനെ ഒന്ന് പാടിക്കേ. ആ പഞ്ച്. മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവി മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. മോനെ ഇഴയ്ക്കരുത്. അതെ അതെ. ഇതായത് കണ്ട ആ താളം ഒന്നുകൂടെ ഒന്ന് വിലപ്പിച്ച് തന്നെ. ഒന്ന് ഒരു കുറച്ച് വലുതായിട്ട് മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവി മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ. പിന്നെ ഇടയ്ക്കൊരു മാർഗഴിയേ എന്നൊരു വിളിയില്ലേ, അതുണ്ടായിരുന്നു. മാർഗഴിയേ പാടിയായിരുന്നോ? സെപ്പറേഷൻ തോന്നിയില്ല. അതുകൊണ്ടാണ് അങ്കിള് പറഞ്ഞ ഒരു അതാണ് മനസ്സിലാവാഞ്ഞത്. ഒരു പഞ്ച് വേണം കേട്ടോ. പിന്നെ ഏതു തമ്പ്രാൻ വന്നാലും അതൊക്കെ ഒരു അടിച്ച് പാടണം. മോന്റെ ഒരു എന്താണ്, അയ്യോ ഞാൻ പാവമാണ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റിട്ട് വേച്ച ഈ അലക്കണം. പാട്ടിൽ ആ ഭാവമല്ല വേണം. അതെ. ഒരു കുറുമ്പന്റെ ഭാവമാണ്. അതെ. ഓക്കേടാ, റൈറ്റ്. அப்ப ஷண்முகா ம். நீங்க ரொம்ப நல்லா பாடினீங்க. எனக்கு ரொம்ப பிடிச்சு போச்சு. ஆனா എടാ கொஞ்சம் രജനീകാന്ത് power தேவை. പറയുന്നേ. கொஞ்சம் பவர் தேவை இருக்கு. அது. இந்த மாதிரி எல்லாம் பாடுனா இந்த பாட்டுக்கு எஃபெக்ட் கிடைக்காது. ഓ അണ്ണന്റെ പാട്ടിന് രജനീകാന്ത് കമന്റ് இல்ல പറയുന്നേ. இது ரஜினிகாந்த் இல்ல, என்னோட ஸ்டைல்ல சொன்னேன். ആണോ? അത് രജനീകാന്ത് അല്ലേ? அப்படி ஒரு- രജനീകാന്ത് Sorry style അണ്ണാ, എന്ന് പറഞ്ഞു. രജനീകാന്ത് അല്ല. സ്വന്തം സ്റ്റൈലില് രജനീകാന്ത് സ്റ്റൈലാ. അതെ. രജനീകാന്ത് പറയണ എങ്ങനെ പറയും? അതെ. அரே ஷண்முகா, இந்த நீங்க பாடுனது எனக்கு ரொம்ப பிடிச்சு போச்சு. ஓகே. Wait ചെയ്യുവാ ബാക്കിക്ക്. ആ, இந்த பாட்டுல கொஞ்சம் தேவை இருக்கிறது என்னன்னா கொஞ்சம் பவர் தான். பவர் தான் கொடுக்கணும். ഓക്കെ. താങ്ക് യു. മക്കളെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. തെറ്റിപ്പോയാൽ പോട്ടെ. ഇനി മക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പോയില്ലേ, അത്രേ ഉള്ളൂ. പോയതങ്ങ് പോയി. ഇനി അടുത്ത പാട്ടിനെ കുറിച്ച് ആലോചിക്കും. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു മേഘം പൂക്കുറ്റി.